ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയ ആപ്പാണ്. അതായത് പലരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ, ക്രെഡിറ്റ് കാർഡ് ഇല്ല, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് അവെയിൽ ചെയ്യണം. അതിനുവേണ്ടി പരിചയപ്പെടുന്ന ഒരു പുതിയ ആപ്പ്. ആപ്പിൻ്റെ പേര് പൈപേ അവെയിൽ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ്. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത് IIT മദ്രാസിലുള്ള കുറച്ച് പുതിയ എഞ്ചിനീയറിംഗ് പിള്ളേരാണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് പരമാവധി ഈ ആപ്പിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പ്ലേ സ്റ്റോറിൽ കയറുക, പൈപ്പേ എന്ന് സെർച്ച് ചെയ്യുക, ഇങ്ങനെ ഒരു ആപ്പ് കാണും. ഇൻസ്റ്റാള്. അറൗണ്ട് ആപ്പിന് സൈസ് വരുന്നത് ഒരു 20 MB. വളരെ പെട്ടെന്ന് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് ഒരു ഇൻസ്റ്റാൾ ആയി വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാര്യം നല്ല ആപ്പാണ്, വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് കാർഡ് ഓഫറിൽ ഈ പ്രോഡക്റ്റ് മേടിക്കുകയും ചെയ്യാം. ചേട്ടാ ആ കാർഡ് തരുമോ, ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയാ, തിരിച്ചു തരാം, അങ്ങനെയുള്ള കാലുപിടുത്തമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതൊക്കെ അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തു. സ്കാൻ ഫോർ വൈറസ് ഒക്കെ അത് ഗൂഗിൾ പേയുടെ ഓട്ടോമാറ്റിക് സെറ്റപ്പാണ്. ജസ്റ്റ് വൈഫൈ എടുത്തു, ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. സെൻഡ് OTP കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. OTP വളരെ പെട്ടെന്ന് വരും. വേണ്ട, OTP ഒന്ന് നോക്കട്ടെ. അതൊക്കെ ടൈപ്പ് ചെയ്യുക, പ്രൊസീഡ്. ജസ്റ്റ് വൈഫൈ ഇൻസ്റ്റാൾ ആക്കി ഇവിടെ പേര് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക. തൽക്കാലം ഇതെന്തെങ്കിലും ഒരു സാമ്പിൾ നെയിം. റെഫർ കോഡ് ഉള്ളവർ റെഫറൻസ് കോഡ് കൊടുക്കുക. റെഫർ കോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, കാര്യം എൻ്റെ ഇല്ലല്ലോ. ഹലോ വെച്ച് കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ റെഫറൽ കോഡ് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. ജസ്റ്റ് അത് ലോഡാകുന്ന കുറച്ച് ടൈമുണ്ട്, അതൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ലോഡിങ് ടൈമാണ്, വളരെ കുറച്ച് നേരത്തെ വരത്തുള്ളൂ. ഇപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ അക്കൗണ്ട്സ്, മൈ ട്രാൻസാക്ഷൻ, വാലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോഡായി. സാധാരണ എല്ലാവരും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാം, ആമസോണിൽ നിന്ന് മേടിക്കാം, മിന്ത്രയിൽ നിന്ന് മേടിക്കാം. എനിക്കൊന്നും മേടിക്കാനില്ല, ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കുന്നത് മാത്രം. കാര്യം ഇപ്പോൾ മിക്കവാറും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്കേ ഇതുകൊണ്ട് ഉപയോഗം വരുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് ഉപയോഗം വരുന്നില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബില്യൺ ഡേയിലൊക്കെ ഒരുപാട് പേര് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആപ്പാണിത്. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഏതാ ഒരു സാമ്പിൾ ഐറ്റം വരുന്നത്. ഇപ്പോൾ സാധാരണ എന്താ, ഓക്കെ, പൊതുവെ എല്ലാവരും ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ഞാൻ പറയാം. ഓക്കെ, ഒന്ന് ലോഡായി വരട്ടെ, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സാധാരണ എല്ലാവരും ഇപ്പോൾ മേടിക്കുന്ന ഒരു ഫോണിൻ്റെ കമ്പനി റെഡ്മി കൊടുക്കാം. ഐഫോണൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഐഫോണിന് അധികം ഓഫർ വരും. ഇപ്പോൾ റെഡ്മിയുടെ ഒരു പ്രോഡക്റ്റ്, റെഡ്മിയുടെ എത്രയാ, ഒരു 5G മൊബൈൽ എടുത്തു. ഓക്കെ, 29%. റെഡ്മി 13C നോക്കട്ടെ. ഇനി പറയുന്നത് എന്താ, HDFC കാർഡ് ഉണ്ടെങ്കിൽ 750 രൂപ കുറവ് കിട്ടും. നിങ്ങളുടെ HDFC കാർഡ് ഇല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് കാണുമല്ലോ, അല്ലേ? അങ്ങനെയുള്ളവരെന്ത് ചെയ്യും, ഈ കറക്റ്റ് MRP കൊടുത്ത് മേടിക്കും. HDFC ഉള്ളവനോ ഇതിൽ നിന്ന് ഒരു 750 രൂപ കുറച്ച്, അതായത് 10,450. അപ്പോൾ ബൈ നൗ ഞെക്കുക. അപ്പോൾ ബൈ നൗ ഞെക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിനകത്ത് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫോൺ നമ്പർ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, OTP വരുന്നവർ വെയിറ്റ് ചെയ്യുക. OTP വന്നു, ടൈപ്പ് ചെയ്തു. പ്രോഡക്റ്റ് ചെക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ നോർമൽ ടൈം, ആ പ്രോഡക്റ്റ് ഒക്കെ ലോഡായി വരുന്ന ഒരു ടൈം എന്തായാലും എടുക്കും. അപ്പോൾ 750 രൂപ കുറവ്. ഇതിപ്പോൾ എൻ്റെ സൂപ്പർ കോയിനും ഉണ്ട്. അപ്പോൾ സൂപ്പർ കോയിൻ ഉള്ളപ്പം അങ്ങനെ ഒരു 384 രൂപ കുറവ് വരും. സൂപ്പർ കോയിനും ഉണ്ടല്ലോ. ഞാൻ തൽക്കാലം അത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ സൂപ്പർ കോയിൻ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ സൂപ്പർ കോയിൻ ഉള്ളതുകൊണ്ട് എനിക്കിത് കുറവ് കിട്ടി, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അങ്ങനെ. ഇപ്പോൾ കണ്ടിന്യൂ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കാർഡ് ഡിസ്കൗണ്ട് ഇല്ലാത്തവനാണത്, പോട്ടെ. ഉണ്ടോ? ഫ്ലിപ്കാർട്ട് ആക്സസ് ഉള്ളവനോ
എന്ത് വന്നു? 544 സംതിങ് കുറവ് കിട്ടും. ഇപ്പം നോക്കിയേ, ഇപ്പം എൻ്റെ ഒരു HDFC കാർഡ് ഇല്ല. അതില്ലാത്തതുകൊണ്ട് ഞാൻ എത്രയാണ് കൊടുക്കേണ്ടത്? 10,924, അതായത് 10,924 രൂപ. 354 സൂപ്പർ കോയിന് പോകുമെന്ന് വിചാരിച്ചോ. അതിൽ നിന്നൊരു 750 കുറയ്ക്കണം. 750 കുറയ്ക്കുമ്പോൾ 10,000 സംതിങ് വരുമ്പോൾ 700 വരുമ്പോൾ എന്താവും? ഏതാണ്ട് 10,200 സംതിങ് വരും. പിന്നെ ഡെലിവറി ചാർജും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 10,300 വരും. അതായത് 301 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാം. ഡയറക്റ്റ് കാർഡ് യൂസ് ചെയ്ത് മേടിച്ചാലും ഏതാണ്ട് ഈ എമൗണ്ടാണ് വരുന്നത്. ഇപ്പോൾ വെൽക്കം ഓഫർ ഉണ്ട്. ഇപ്പോൾ വെൽക്കം ഓഫർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ എന്താ സംഭവം? ഈ എമൗണ്ടിന് മേടിക്കാം. വളരെ യൂസ്ഫുള്ളാണ് കാര്യം. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്ന് പറയുന്നതിൻ്റെ തലവേദന അറിയാവോ? ഇൻകം ഡോക്യുമെൻ്റ് കൊടുക്കണം, ITR കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇനി ഇതിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയോ കറക്റ്റ് ബില്ലടയ്ക്കുന്ന ഡേറ്റ് നോക്കണം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഈ ഒരു പ്രശ്നമില്ലാതെ ഡയറക്റ്റ് ഈ ആപ്പ് വഴി വരും. ഇത് വളരെ ട്രസ്റ്റഡാണ്. കുറച്ച് IIT സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ്. നിങ്ങൾ കാർഡ് എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യാം. അത് ഏത് സൈറ്റിൽ, ഫ്ലിപ്കാർട്ടോ ആമസോണോ ഏത് സൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കാർഡ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സൈറ്റുമായിട്ട് കാർഡ് രജിസ്റ്റർ ചെയ്താൽ മതി. കാർഡ് ഓഫറും കഴിച്ച് നിങ്ങൾക്ക് ഇറ്റ്സോയ് പോലൊരു കമ്മീഷനും കിട്ടും. വളരെ ഇത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് കാർഡ് ഉള്ളവരെക്കാളും കാർഡില്ലാതെ കാർഡ് ഓഫർ വേണ്ടവർക്കാണ്. കാര്യം പലർക്കും കാർഡുണ്ട്, അവർ കാർഡ് ഓഫർ അവൈൽ ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങും. കാർഡില്ലാതെ കാർഡ് ഓഫർ അവൈൽ ചെയ്യേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുക? ബുദ്ധിമുട്ടുക അല്ലേ? അത് സംഭവിക്കുന്നത് കാർഡില്ലാതെ കാർഡ് ഓഫർ അവൈൽ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. എന്തായാലും എനിക്ക് അനുഭവം ചെയ്ത സമയം കഴിഞ്ഞു. പോട്ടെ, നമ്മളിത് ഓർഡർ ചെയ്യാനൊന്നും അല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തതേ ഉള്ളൂ.